എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. മുസ്ലിം ലീഗ് വേദിയിൽ പി.വി. അൻവർ. പോത്തുകൽ പൂളപ്പാടത്ത് പ്രളയബാധിതർക്കായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച 10 വീടുകളുടെ താക്കോൽദാന ചടങ്ങിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കുമൊപ്പം പി.വി. അൻവർ പങ്കെടുത്തത്. UDF ഔദ്യോഗികമായി വാതിൽ തുറന്നിട്ടില്ലെങ്കിലും അൻവറിനെ സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ അനുകൂല നിലപാടാണ് മുസ്ലിം ലീഗ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ വേദിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ച അൻവർ വയനാട് പുനരധിവാസം സംബന്ധിച്ച് സർക്കാർ നീക്കത്തിനെതിരെയും സംസാരിച്ചു. വയനാട് പുനരധിവാസം നടക്കാത്തതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നും ലീഗ് നേതൃത്വം ഈ കൊള്ളക്കെതിരെ ഗൌരവമായ നിലപാട് സ്വീകരിക്കണമെന്നും പി.വി. അൻവർ ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ 3-4 മാസമായി ഈ മലയോര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വയനാട്ടിൽ പോവുകയാണ്. വയനാട്ടിൽ നിന്നുള്ള ഒരു വിവരം, അത് ഇങ്ങനെ പറയേണ്ടതല്ല, എന്നാലും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കിട്ടില്ല. ആ ദുരന്തത്തിൻ്റെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചൂരൽമല വിഷയം റീസെറ്റിൽമെൻറ്റ് നടക്കാത്തതിൻ്റെ പിന്നിൽ ഒട്ടനവധി അഴിമതികളുണ്ട്. ബഹുമാനപ്പെട്ട ലീഗ് ലീഡർഷിപ്പ് സർക്കാർ കൊണ്ടുവരുന്ന ആ പദ്ധതി എന്ന് പറയുന്നത് കൊള്ളയടിക്കാൻ പോകുന്നു. സർക്കാർ പറയുന്ന 1000 വീടുകളാണ്. ആ 1000 വീടുകൾ നിർമ്മിക്കാൻ 750 കോടി രൂപക്ക് ULCCക്ക് കരാറ് ഇവർ MOU ചെയ്തു എന്നാണ് പത്രത്തിൽ വന്നത്. 1000 വീടിന് നിങ്ങൾ മനസ്സിലാക്കണം, 1000 സ്ക്വയർ ഫീറ്റാണ്. 2000 കൂട്ടിയാൽ 20 ലക്ഷമാണ് ഒരു വീടിന്. 1000 വീടിന് എന്ന് പറഞ്ഞാൽ 200 കോടി രൂപ. പിന്നെ ബാക്കിയുള്ള 550 കോടി എന്തിനാ എന്നുള്ളത് ആലോചിക്കണം. അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും. എന്താണ്? കുറച്ച് റോഡ് ഉണ്ടാക്കും, കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടാക്കും, ഒരു ചെറിയ ആശുപത്രിയുണ്ട്, ഒരു സ്കൂളുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടി 550 കോടി രൂപ എങ്ങനെയാണത് ചെലവഴിക്കുക? ഗൗരവമായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വം ആലോചിക്കുന്നതാണ്. 75 ലക്ഷം രൂപ ഒരു വീട് നിങ്ങൾ മനസ്സിലാക്കണം. 750 കോടി ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുന്നത് ഒരു വീടിന് 75 ലക്ഷമാണ്. ഊരാളുകൾ സൊസൈറ്റി നമുക്കറിയാം. ഞാനത് പറയുന്നില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും പറയുന്നത്. കേരളത്തിലെ പൊതുമുതൽ ഒരു കൊള്ള സംഘമായി പ്രവർത്തിച്ചുകൊണ്ട്, പേരെന്താ? തൊഴിലാളി സംഘടന, തൊഴിലാളി സംവിധാനം, സൊസൈറ്റിയാണ്. കുറച്ച് തൊഴിലാളികളുണ്ട്, അവർക്ക് എന്തെങ്കിലും ഡിവിഡൻഡ് കൊല്ലത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ പൊതുവായിട്ടുള്ള, നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഇപ്പോൾ കൊമ്പൻ ശംസൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു ആവറേജ് ഉണ്ടായിരുന്ന എല്ലാ കോൺട്രാക്ടർമാരും ഇവിടെ തകർന്ന് തരിപ്പണായി പട്ടിണിയായി. അവർ മാത്രമല്ല, അവരെ കൂടുതലുള്ള മനുഷ്യർ, അവരുടെ ജോലിക്കാർ. മുമ്പ് 5 കോടിയുടെ മേലെ ടെൻഡർ എടുത്തിരുന്ന ഇവർ 50 ലക്ഷത്തിന് പഞ്ചായത്തിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഈ പണം മുഴുവൻ ഉപയോഗിക്കുന്ന എന്തിനാണ്? ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് അതാണ്. നമ്മളെ പണം വാങ്ങി നമ്മളെ തന്നെ കൂടെ നിർത്തിയിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് ഇവിടെ രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങന്മാർ, ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ്, നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര ജാഥയിലും പങ്കെടുക്കുമെന്ന് അൻവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.